ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങും മുട്ടയും നൂഡിൽസൊക്കെ വെച്ചിട്ട് നല്ല സ്പൈസിയും ക്രിസ്പി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ആദ്യം ഇതിലേക്കുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും, എരിവിന് ആവശ്യമായ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും, കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും, ഒരു പിടി മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ചിക്കൻ മസാല. ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ 1 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ബ്രെഡ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കഷ്ണം ബ്രെഡ് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ബ്രെഡ് പൊടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇതെല്ലാം കൂടി നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പ് ചെയ്തതിന് ശേഷം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് നൂഡിൽസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കൈവച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച നൂഡിൽസിന്റെ മസാലയിൽ നിന്ന് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്ത് മാവ് റെഡിയാക്കി എടുക്കാം. ഈ ഒരു കട്ടിയിലാണ് നമ്മൾ മാവ് വേണ്ടത്. കൈവെള്ളയിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിൽ നിന്ന് കുറേശ്ശെ എടുത്ത് കുഞ്ഞു ബോൾസാക്കി കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നടുവിൽ ഒരു മുട്ട 4ആയിട്ട് കട്ട് ചെയ്തതാണ്. അതിൽ നിന്ന് ഒരു കഷ്ണം വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് മൊസറല്ല ചീസാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. നിങ്ങളെ കയ്യിൽ സ്ലൈസ് ചീസ് ആണെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മാവിലൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് നൂഡിൽസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഒരു മുട്ട 2ആയിട്ട് കട്ട് ചെയ്താൽ റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കാനും പറ്റും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. മുഴുവനായിട്ടും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ടെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ചേർത്ത ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ വേവിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഗോൾഡൻ നിറായി കിട്ടിയാൽ മതി. ഇനി ഇത് തിരിച്ചു മറിച്ചു ഇട്ടെടുത്ത് എല്ലാ ഭാഗവും ഗോൾഡൻ നിറാക്കി എടുക്കുക. അത് നല്ല ഗോൾഡൻ നിറായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്പൈസിയും ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.